ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. പിണറായി സർക്കാരിന്റെ ധനമാനേജ്മെന്റിൽ വൻ പാളിച്ചയെന്ന് CAG റിപ്പോർട്ട്. കിഫ്ബിയിലൂടെ ഉണ്ടായ ഓഫ് ബജറ്റ് കടമെടുപ്പും പെൻഷൻ കമ്പനിയും വൻ ബാധ്യതയെന്ന് ചൂണ്ടിക്കാട്ടൽ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വകമാറ്റൽ. ആഭ്യന്തര ഉൽപ്പാദനത്തിൽ നേരിയ വർധനവ് 9.3% നിന്ന് 9.97 എത്തി. കേന്ദ്ര സഹായത്തിൽ 42% കുറവെന്നും CAG റിപ്പോർട്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി മാറ്റം ഉന്നയിച്ചുള്ള അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതിയില്ല. ബജറ്റ് ചർച്ചയിൽ ഉന്നയിക്കാമെന്നും സ്പീക്കർ. ശരവേഗത്തിൽ ഫയൽ നീക്കം. കർണാടകയിലുള്ള സ്വകാര്യ മദ്യ കമ്പനിക്ക് അമിത ലാഭം കൊയ്യാനെന്ന് പ്രതിപക്ഷം. നോട്ടീസിന് അനുമതി നൽകാതിരുന്നിട്ടും പ്രതിപക്ഷം അഴിമതി ആരോപണം ഉന്നയിച്ചത് ചട്ടലംഘനമെന്ന് മുഖ്യമന്ത്രി. വാക്കൌട്ട് നടത്തി പ്രതിപക്ഷം. ബജറ്റിലെ മദ്യനികുതി ഇളവിനെതിരെ മുസ്ലിം ലീഗ് മുഖപത്രത്തിൽ പരസ്യ വിമർശനവുമായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ആശങ്കകൾ ദൂരീകരിക്കണമെന്ന് ആവശ്യം. തെരഞ്ഞെടുപ്പിൽ ഇടതിനുണ്ടായ തോൽവി ആശങ്കയുണ്ടാക്കുന്ന വ്യതിയാനമെന്ന് ചിന്താവാരികയിൽ തുറന്നു പറഞ്ഞ KK ശൈലജ. ഉറച്ചുനിന്നവർ പക്ഷം മാറിയെന്നും നേതാക്കളുടെ പ്രവർത്തന ശൈലി പരിശോധിക്കണമെന്നും വിമർശനം. മദ്യം വീര്യം കൂടിയതാണെങ്കിലും കുറഞ്ഞതാണെങ്കിലും പൂർണ്ണ മദ്യനിരോധനമാണ് തങ്ങളുടെ നിലപാടെന്ന് കാന്തപുരം സമസ്ത സെക്രട്ടറി ഖലീൽ ബുഖാരി തങ്ങൾ. ഒരു ലഹരിയോടും യോജിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. PM ശ്രീയിലെ അഭിപ്രായം മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. PM ശ്രീ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടപ്പോൾ അന്നത്തെ പ്രതിപക്ഷം എതിർത്തിരുന്നു. അന്ന് എതിർത്ത കാരണത്തിൽ ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. എന്താണ് മാറ്റം വരുത്തിയതെന്ന് സർക്കാർ പറയട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. വടകര കാഫെ സ്ക്രീൻഷോട്ട് കേസിൽ CPM നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ജിതിൻ ഭാസ്കറിന് ജാമ്യം നൽകുന്നതിനെ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ശക്തമായി എതിർത്തു. വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതിലും അത് നവമാധ്യമങ്ങളിലൂടെ ആദ്യം പ്രചരിപ്പിച്ചതിലും ജിതിൻ ഭാസ്കറിന് നേരിട്ട് പങ്കുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണം. അതിനാൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി. വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചത് നീലേശ്വരം സ്വദേശി ഹരിലാൽ, അജയകുമാർ, 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ പാർത്ഥിപ് എന്നിവർ. ടിപ്പർ ഓടിച്ചിരുന്നത് ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട്. ഡ്രൈവർക്ക് ഹെവി ലൈസൻസ് ഇല്ല. 17 വർഷം പഴക്കമുള്ള വാഹനത്തിന്റെ GPS ഓഫ് ആക്കിയ നിലയിലായിരുന്നു. അപകടത്തിൽപ്പെട്ടത് മുൻപ് നിയമലംഘനത്തിന് പിടിക്കപ്പെട്ട വാഹനം. കേരളീയ നവോത്ഥാന മുന്നേറ്റത്തിന് ഗുരു ഉയർത്തിയ ആശയങ്ങൾക്ക് എതിരായ ദിശയിലേക്കാണ് വെള്ളാപ്പള്ളി നടേശൻ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് PM സുധീരൻ. KK മഹേശന്റെ മരണത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം വെള്ളാപ്പള്ളിയെ പരിഭ്രാന്തനാക്കി. തന്നെ തോൽപ്പിച്ച് കെട്ടുകെട്ടിച്ചതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയോട് വിരോധമെന്ന് പറയുന്നത് വാസ്തവവിരുദ്ധമെന്നും സുധീരൻ. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM പ്രവർത്തകരായ 3 പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി. 3ാം പ്രതി ജീവൻ, 13ാം പ്രതി നന്ദു, 23ാം പ്രതി ഷൈജു എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. രാജ്യസഭാ കാലാവധി പൂർത്തിയായതിന് പിന്നാലെ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെച്ചു. രാജി രാഷ്ട്രപതി അംഗീകരിച്ചു. സംഘടനാ ചുമതലകളിലേക്ക് മടങ്ങുമെന്ന് സൂചന. 2024 ജൂൺ 9-നാണ് സഹമന്ത്രിയായി ജോർജ് കുര്യൻ ചുമതലയേറ്റത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനാ ക്രമക്കേടിൽ റിപ്പോർട്ട് തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാഥമിക റിപ്പോർട്ട് UP സർക്കാർ PMOക്ക് കൈമാറി. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായിയെ ചുമതലയിൽ നിന്ന് മാറ്റിയേക്കും. നടപടികളുടെ ഭാഗമായി പണമെണ്ണുന്ന 40 ജീവനക്കാരെ മാറ്റി നിർത്തി. 1400 കോടിയോളം രൂപയുടെ വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം. മധുര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പരാതി ലഭിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഫ്രാൻസും നോർവേയും നോക്കൌട്ടിൽ. ക്ലോസയുടെ റെക്കോർഡ് തകർത്ത് ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരനായി മെസ്സി. രാത്രി 10:30 പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകും.